പതിറ്റാണ്ടുകൾക്ക് ശേഷം ക്ഷേത്ര നിലവറ തുറക്കുന്നു എന്ന് കേൾക്കുമ്പോൾ മലയാളിയുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ 7 അംഗ സംഘം 2011 ജൂൺ 27-ന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറകൾ തുറക്കുകയുണ്ടായി. അതിശയിപ്പിച്ച സ്വർണ്ണ തിളക്കമായിരുന്നു ആ നിലവറകളിൽ അവർക്ക് കാണാനായത്. ആയിരക്കണക്കിന് സ്വർണ്ണമാലകൾ, എണ്ണിയാലൊടുങ്ങാത്ത രത്നങ്ങൾ, 1.5 അടിയിലേറെ വലിപ്പമുള്ള 1500-ലേറെ സ്വർണ്ണക്കുടങ്ങൾ, രത്നങ്ങൾ പതിച്ച കിരീടം, നെന്മണിയുടെ വലിപ്പത്തിൽ സ്വർണ്ണമണികൾ, സ്വർണ്ണദണ്ഡുകൾ, അങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന നിധിശേഖരം തന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഏവരെയും അമ്പരപ്പിക്കുന്ന നിധിശേഖരം ഒളിപ്പിച്ചു വെച്ച മറ്റൊരു ക്ഷേത്രം കൂടിയുണ്ട്. അത് പുരി ജഗന്നാഥ ക്ഷേത്രമാണ്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ നിയമാവലി അനുസരിച്ച് 3 വർഷത്തിലൊരിക്കലാണ് ഭണ്ഡാരം തുറന്ന് പരിശോധിക്കേണ്ടത്. ഈ ഭണ്ഡാരം ലോക്സഭ, നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഒഡീഷയിലെ വിവാദ വിഷയവുമായിരുന്നു. അധികാരത്തിലെത്തിയാൽ ഭണ്ഡാരം തുറന്ന് കണക്കെടുപ്പ് നടത്തുമെന്നായിരുന്നു BJPയുടെ വാഗ്ദാനം. ഒഡീഷ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് വിശ്വനാഥ് രഥിന്റെ അധ്യക്ഷതയിൽ രൂപീകരിച്ച ഉന്നതതല സമിതിയാണ് 4.5 പതിറ്റാണ്ടിന് ശേഷം ക്ഷേത്ര ഭണ്ഡാരം തുറക്കുന്നത്. നിലവിലെ താക്കോൽ ഉപയോഗിച്ച് സമീപകാലത്ത് ഉള്ളിലെ അറ തുറന്നിട്ടില്ല. പതിറ്റാണ്ടുകളായി അകത്തെ അറ തുറക്കാത്തതിനാൽ പൂട്ട് തുരുമ്പെടുത്തിരിക്കാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് പൂട്ട് പൊളിക്കുന്നതിനെപ്പറ്റിയും അവർ ആലോചിച്ചത്. സ്വർണ്ണാഭരണങ്ങളും വിലയേറിയ കല്ലുകളും തിരിച്ചറിയാനും അളവെടുക്കുവാനും വിദഗ്ധരുടെ സംഘവും ഇവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു. മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീകൃഷ്ണനെ ജഗന്നാഥനായി സങ്കല്പിച്ച് ആരാധിക്കുന്ന പുരി ക്ഷേത്രം ചാർധാമുകളിൽ ഒന്നാണ്. രേഖകൾ പ്രകാരം രത്നഭണ്ഡാരത്തിൽ മൊത്തം 454 സ്വർണ്ണ വസ്തുക്കളും 293 വെള്ളി സാമഗ്രികളും ഉണ്ടെന്നാണ് ആദ്യ കണക്കെടുപ്പിൽ തന്നെ വ്യക്തമായിരിക്കുന്നത്. പുരി ക്ഷേത്രത്തിലെ രത്നഭണ്ഡാരം പേര് പോലെ തന്നെ വിലമതിക്കാനാകാത്ത നിധിയുടെ ശേഖരമാണ്. ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തികളായ ജഗന്നാഥൻ, ബലഭദ്രൻ, സുഭദ്ര എന്നിവർക്കായി നൂറ്റാണ്ടുകളായി ഭക്തരും രാജാക്കന്മാരും സംഭാവന ചെയ്ത വിലയേറിയ ആഭരണങ്ങളും മറ്റുമാണ് 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ശ്രീകോവിലിലെ ഭണ്ഡാരത്തിലുള്ളത്. ക്ഷേത്ര സമുച്ചയത്തിൽ ജഗമോഹന്റെ വടക്കുഭാഗത്തായി 60 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലാണ് രത്നഭണ്ഡാരം സ്ഥിതി ചെയ്യുന്നത്. 11.78 മീറ്റർ ഉയരമുള്ള ഭണ്ഡാരത്തിന് 8.79 മീറ്റർ നീളവും 6.74 മീറ്റർ വീതിയുമുണ്ട്. 2 അറകളാണ് ഇതിനുള്ളത്. ബഹാര ഭണ്ഡാർ, ബിധാര ഭണ്ഡാർ. രത്നഭണ്ഡാരത്തിന്റെ വടക്കുഭാഗത്തെ മതിൽ പ്രധാന ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുരിയിലെ രഥയാത്ര ലോക പ്രശസ്തമാണ്. എല്ലാ വർഷവുമുള്ള രഥയാത്രയിൽ വിഗ്രഹങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങൾ അണിയുന്ന സുനാഭേഷ ചടങ്ങിനും പ്രധാന ഉത്സവവേളയിലും പുറത്തെ അറ തുറക്കാറുണ്ട്. രത്നഭണ്ഡാരം തുറക്കാൻ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക അനുമതിയും ഈ ഘട്ടത്തിൽ ആവശ്യമാണ്. 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ക്ഷേത്രത്തിൽ പിന്നീടാണ് രത്നഭണ്ഡാരം കൂട്ടിച്ചേർത്തത്. ഇത് എന്നാണെന്നും വ്യക്തമല്ല. ഭഗവാൻ ജഗന്നാഥനോടുള്ള ഭക്തിയിൽ കേശാരി, രംഗ, സൂര്യവംശി, ഭോയ് രാജവംശങ്ങളിലെ രാജാക്കന്മാരും നേപ്പാളിലെ ഭരണാധികാരികളും ഉൾപ്പെടെ സ്വർണം, വെള്ളി, വജ്രം, രത്നങ്ങൾ തുടങ്ങിയവ സമർപ്പിച്ചിരുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കീഴടക്കിയ ശേഷം ഗജപതി രാജാവ് കപിലേന്ദ്ര ദേവ് 16 ആനകളുടെ പുറത്തു കൊണ്ടുവന്ന മുഴുവൻ സമ്പത്തും ആഭരണങ്ങളും സംഭാവന ചെയ്തതായി ക്ഷേത്രത്തിലെ ജയവിജയ കവാടത്തിലെ ലിഖിതങ്ങളിലുണ്ട്. കപിലേന്ദ്ര ദേവിന്റെ ഭരണകാലത്താണ് 3 വിഗ്രഹങ്ങളിലും സ്വർണം ധരിപ്പിക്കുന്ന സുനാഭേഷ ചടങ്ങ് ആരംഭിച്ചത്. പല കാലഘട്ടങ്ങളിലെ ആക്രമണങ്ങളിൽ 18 തവണ ക്ഷേത്രം കൊള്ളയടിക്കപ്പെട്ടതും ചരിത്രരേഖകളിലുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്താണ് രത്നഭണ്ഡാരത്തിലെ വസ്തുക്കളുടെ ഔദ്യോഗിക കണക്ക് തയ്യാറാക്കിയത്. 1805 ജൂൺ 10-ന് പുരി കളക്ടർ ചാൾസ് ഗ്രോം ജഗന്നാഥ ക്ഷേത്ര റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയുമുണ്ടായി. 64 സ്വർണ്ണ, വെള്ളി ആഭരണങ്ങൾ, 128 സ്വർണ്ണ നാണയങ്ങൾ, 24 സ്വർണ്ണ പതക്കങ്ങൾ, 1297 വെള്ളി നാണയങ്ങൾ, 106 ചെമ്പു നാണയങ്ങൾ, 1333 തരം വസ്ത്രങ്ങൾ എന്നിവയുണ്ടായിരുന്നുവെന്നും ആ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നീട് 1926-ൽ പുരിയിലെ രാജാവ് അംഗീകരിച്ച ആഭരണ പട്ടിക പുരി കളക്ടറേറ്റിലെ റെക്കോർഡ് റൂമിൽ സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. 1952-ൽ ക്ഷേത്രഭണ്ഡാരം ഏറ്റെടുക്കുന്നതിനായി ശ്രീ ജഗന്നാഥ ക്ഷേത്ര ഭരണ നിയമം നിലവിൽ വന്നപ്പോൾ റെക്കോർഡ് ഓഫ് റൈറ്റ്സ് തയ്യാറാക്കുകയുണ്ടായി. ഇതുപ്രകാരം ഭണ്ഡാരത്തിൽ 150 സ്വർണ്ണാഭരണങ്ങളും 180 മറ്റ് ആഭരണങ്ങളും 146 വെള്ളി വസ്തുക്കളും ഉണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വിഗ്രഹങ്ങളിലെ ആഭരണങ്ങൾ നന്നാക്കാനും പുതിയവ നിർമ്മിക്കാനും സ്വർണമോ വെള്ളിയോ വേണ്ടപ്പോഴാണ് അകത്തെ അറ സാധാരണയായി തുറക്കാറുള്ളത്. 1978-ൽ ഭണ്ഡാരം തുറക്കുന്നതിന് നേതൃത്വം നൽകിയ ഒഡീഷ ഗവർണർ BD ശർമ്മ ആഭരണങ്ങളുടെയും വിലയേറിയ കല്ലുകളുടെയും മൂല്യനിർണ്ണയത്തിന് തമിഴ്നാട് ഗവർണറോട് സഹായം ചോദിച്ചിരുന്നു. തമിഴ്നാട്ടിലെ 4 പ്രശസ്ത ജ്വല്ലറികളെ ഇതിനായി ഏർപ്പാടാക്കുകയും ചെയ്തു. പക്ഷെ പുറത്തുനിന്നുള്ള വെളിച്ചമെത്താത്ത ഭണ്ഡാരത്തിൽ പ്രകാശത്തിന് വിളക്കോ പന്തലോ തെളിയിക്കേണ്ടതായുണ്ട്. സൂര്യപ്രകാശത്തിൽ പരിശോധിച്ചാലേ യഥാർത്ഥ ഗുണനിലവാരം അറിയാനാകൂ എന്ന് ജ്വല്ലറിക്കാർ പറഞ്ഞു.
രത്നഭണ്ഡാരത്തിന് പുറത്തേക്ക് ആഭരണങ്ങൾ കൊണ്ടുപോകാനാവില്ലെന്നുള്ളതാണ് നിയമം. ഈ നിയമം ഉള്ളതിനാൽ അന്ന് മൂല്യനിർണ്ണയം സാധ്യമായിരുന്നില്ല. അതിനാൽ തന്നെ നിധിശേഖരത്തിന്റെ കൃത്യമായ മൂല്യം ഇന്നും ആർക്കും അറിയില്ല. ഭണ്ഡാരത്തിലെ അളവറ്റ നിധിശേഖരത്തിന് പുറമെ ജഗന്നാഥ ക്ഷേത്രത്തിന്റെ പേരിൽ ബാങ്കിൽ 600 കോടിയോളം രൂപയുടെ നിക്ഷേപമുണ്ടെന്നാണ് 2023 കണക്ക് പുറത്തുവന്നത്. ക്ഷേത്രത്തിലേക്ക് ഭക്തർ സംഭാവന ചെയ്ത സ്വർണം ദേശസാൽകൃത ബാങ്കിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഇത് 3 കിലോയോളം വരുമെന്നും പറയുന്നുണ്ട്. ഒഡീഷയിൽ ഭഗവാൻ ജഗന്നാഥന്റെ ഉടമസ്ഥതയിൽ 60,424 ഏക്കർ ഭൂമിയുണ്ട്. ബംഗാളിൽ 322.9 ഏക്കറും മഹാരാഷ്ട്രയിൽ 28.2 ഏക്കറും മധ്യപ്രദേശിൽ 25.1 ഏക്കറും ആന്ധ്രയിൽ 17 ഏക്കറും ഛത്തീസ്ഗഡിൽ 1.7 ഏക്കറും ബീഹാറിൽ 0.3 ഏക്കറും സ്ഥലം സ്വന്തമായുണ്ട്. ക്ഷേത്രം 800 കോടി രൂപ ചെലവിൽ കഴിഞ്ഞ ജനുവരിയിൽ നവീകരിച്ചിരുന്നു. മുമ്പ് 5 ഏക്കർ സ്ഥലത്തായിരുന്നു ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത്. കലിംഗ വാസ്തുവിദ്യ പ്രകാരം ക്ഷേത്ര പരിസരം മോടി പിടിക്കാനായി ചുറ്റുമുള്ള കെട്ടിടങ്ങളും മഠങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും ഒഴിപ്പിച്ച് 21 ഏക്കർ കൂടി ഏറ്റെടുത്തിരുന്നു. 2018 രത്നഭണ്ഡാരത്തിൽ ചുവരും തറയും മേൽക്കൂരയും പരിശോധിച്ച് സുരക്ഷ ഉറപ്പാക്കാനായി തുറക്കാൻ തീരുമാനിച്ചിരുന്നു. 2 പുരാവസ്തു വിദഗ്ധർ ഉൾപ്പെട്ട 10 അംഗ സംഘത്തെയാണ് നിയോഗിച്ചത്. പരിശോധനയ്ക്ക് തോർത്ത് മാത്രമേ ധരിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. 1984 ഭണ്ഡാരം പരിശോധിച്ചിരുന്നെങ്കിലും പ്രധാന അറകൾ തുറന്നിരുന്നില്ല. 1984 അഡ്മിനിസ്ട്രേറ്ററായിരുന്ന RN മിശ്ര അന്നത്തെ പരിശോധനയിൽ നിലവറയിൽ നിന്ന് പാമ്പുകളുടെ സീൽക്കാരം കേട്ടതായി അറിയിച്ചതിനെ തുടർന്ന് പാമ്പുപിടുത്തക്കാരെയും എത്തിച്ചിരുന്നു. പരിശോധന നടക്കുമ്പോഴാണ് രത്നഭണ്ഡാരത്തിന്റെ താക്കോൽ നഷ്ടപ്പെട്ടെന്ന വിവരം പുറത്തു വന്നത്. സംഭവം വിവാദമായതോടെ അന്നത്തെ മുഖ്യമന്ത്രി നവീൻ പട്നായിക് ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടതാണ്. ഭണ്ഡാരത്തിന്റെ കളഞ്ഞുപോയ താക്കോൽ ഒഡീഷ രാഷ്ട്രീയത്തിൽ ചൂടൻ ചർച്ചയായി മാറിയിരുന്നു. ബിജു ജനതാദൾ സർക്കാരിനെതിരെ ഇതും ആയുധമാക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രചാരണം നടത്തിയത്. എന്നാൽ ഇന്ന് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 14-ാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ നിലവറയും ഉണ്ടായിരുന്നതായി മതിലകം രേഖകളും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. A, B, C, D, E, F എന്നീ 6 നിലവറകളാണ് ശ്രീകോവിലിന് ചുറ്റുമായി സമർപ്പണ ശേഖരം സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിൽ EF നിലവറകൾ നിത്യപൂജയ്ക്കുള്ള സാമഗ്രികളാണ്. CD നിലവറകളിൽ വിശേഷാവസരങ്ങളിൽ ആവശ്യമായ വസ്തുക്കളാണുള്ളത്. ഇതും ഇടയ്ക്കിടെ തുറക്കാറുമുണ്ട്. കോടതി ഉത്തരവിനെ തുടർന്ന് A നിലവറ തുറന്ന് പരിശോധിക്കുകയുണ്ടായി. B നിലവറ ഇതുവരെ തുറന്നിട്ടുമില്ല. 6 നിലവറകളിൽ നിന്നായി 42,000-ലേറെ വസ്തുക്കളാണ് മൂല്യനിർണ്ണയ കമ്മിറ്റിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇവയുടെ ചിത്രങ്ങൾ അടക്കമുള്ള വിവരങ്ങൾ കമ്മിറ്റി സുപ്രീം കോടതിയിലും സമർപ്പിച്ചിരുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഇതുവരെയും തുറക്കാത്ത B നിലവറ ഭരതക്കോണിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഗർഭഗൃഹത്തിന്റെ അടിവരെ നിലവറ എത്തുമെന്നും വിശ്വാസമുണ്ട്. സ്വർണം, വെള്ളി കട്ടകളും 12ഓളം ഇരുമ്പ് ജാറുകളിൽ നിറയെ സ്വർണ്ണ നാണയങ്ങളും ആഭരണങ്ങളും സ്വർണ്ണമണികളും ഉണ്ടെന്നാണ് കേട്ടുന്നത്. ഈ നിലവറ തുറക്കാൻ കഠിനമായി ശ്രമിച്ചെങ്കിലും ഇതുവരെയും നടന്നിട്ടില്ല. 2011 ജൂൺ 30 ഇതിന്റെ 2ാം വാതിൽ തുറക്കാൻ ശ്രമിക്കുമ്പോൾ ജസ്റ്റിസ് CS രാജന്റെ കാൽ മുറിയുകയുമുണ്ടായി. നിലവറയിൽ രക്തവും വീണു. അതോടെ നിലവറ തുറക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. C നിലവറ വ്യാസകോണിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്വർണ്ണദണ്ഡ്, സ്വർണ്ണ കൊപ്പറ, പ്രത്യേക ചടങ്ങുകൾക്കും ഉത്സവങ്ങൾക്കും ഉപയോഗിക്കേണ്ട സാധനങ്ങൾ, ഭഗവാന് ചേർത്താനുള്ള ആഭരണങ്ങൾ, സ്വർണ്ണക്കുടകൾ, നാഗപടം, വലിയ കാണിക്കയിടുന്ന നാണയങ്ങൾ ഇവയെല്ലാം ഏകദേശം 100 ചതുരശ്ര അടി മുറിയിലെ തടിപ്പെട്ടിയിൽ അടുക്കി വച്ചിരിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്.